ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലി വ്ലോഗ്. അപ്പൊ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രം എന്താണെന്ന് അറിയില്ല, ഒച്ചയും വീഡിയോ ബഹളമാകുന്നു. കുട്ടികളുടെ കാര്യം ഇപ്പോഴത്തെ വേണ്ടിയും പോലെ വരും. എൻ്റെ കഥ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു മൈക്കില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഞാൻ വീട്ടിൽ രാവിലത്തെ ചായ ഉണ്ടാക്കി. പക്ഷേ ഇന്ന് പുട്ടാണ്. ഇവിടെ ഡെയിലി റൂട്ടീനായിട്ട് പുട്ട്, ദോശ, ചപ്പാത്തി, പുട്ട്, ദോശ, ചപ്പാത്തി ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് സംഭവം ഞാൻ തന്നെയാണ് ഉണ്ടാക്കണത്. ഇങ്ങനെ മടുത്ത് അതുകൊണ്ട് ഇന്ന് വേറൊരു സാധനം ഉണ്ടാക്കാണ്. അപ്പോഴും കോക്കനട്ട് ജ്യൂസ്. അമ്മ പണ്ടുണ്ടാക്കി തന്നിരുന്നത് തേങ്ങയുടെ ജ്യൂസാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. പോവാം. വരുന്നില്ലേ? വാ പോവാം. ഇനിയിപ്പോൾ തേങ്ങ പൊളിച്ചിട്ട് വേണം. ഞാൻ പൊളിച്ച തേങ്ങയൊക്കെ തീർന്നു. അപ്പോൾ ഞാനും തേങ്ങയും തമ്മിലുള്ള മൽപ്പിടുത്തപ്പോൾ കാണാം. തേങ്ങ നമ്മുടെ ഉച്ച കഴിഞ്ഞ ദിവസം വലിച്ചിട്ടല്ലാട്ടത് എന്തോ കോലുകൊണ്ട് എന്തോ കുത്തിയിട്ടാണ്. അപ്പം ഇനി ഇത് പൊളിച്ചിട്ട് വേണം. സംഭവം തേങ്ങ പൊളിക്കണ ഭാരം അവിടെ അല്ലേ, തറവാട്ടിലാണ്. അതുകൊണ്ട് ഇതുകൊണ്ട് വേണം പൊളിക്കാൻ. കുറച്ച് കഷ്ടപ്പെടും ഞാൻ. സാധാരണ ഇതുകൊണ്ട് പൊളിക്കലുണ്ട് കേട്ടോ, പക്ഷെ കുറച്ച് മെനക്കടാണെന്ന് തോന്നുന്നു. എന്തൊരു യുദ്ധ ഇത് പൊളിച്ചു വരുമ്പോഴത്തേനൊരു നേരം. One eternity later. പൊളിച്ചു ഗൈസ്. തേങ്ങ പൊളിച്ചതിൻ്റെ അധ്വാനത്തിൻ്റെ ഇനിയെങ്കിലും ഉണ്ടാക്കാൻ പോവാ. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ കൊണ്ടിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ചിരവാൻ എനിക്ക് മടിയാണ്, അതുകൊണ്ടാണ് ഞാൻ പൂണ്ടെടുക്കണത്. നമ്മ പണി പെട്ടെന്ന് കഴിയും. ഒരു ജ്യൂസ് കുടിക്കാനുള്ള എൻ്റെ കഷ്ടപ്പാട്. രാജു ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചാൽ പോരേന്നല്ലേ. ഇത് നൊസ്റ്റാൾജിക്കാണ്. അതായത് എനിക്ക് ഭയങ്കര നൊസ്റ്റ് അടിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കുടിക്കണം. ആദ്യം 3 ഏലക്കായ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര വേണം. പഞ്ചാര ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു. ഇതെല്ലാം സ്കൂളിൽ കളിയാക്കി കൊണ്ടിരുന്ന പോട്ടോ. എൻ്റെ പേര് അഞ്ജുശ്രീ ആയതുകൊണ്ട് കളിയാക്കണ്ട. അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചാര ഇത്രയും വലുപ്പമുള്ള 2 ഇഞ്ചി കൈ വിറക്കുന്നുണ്ട് തേങ്ങ പൊളിച്ചതിൻ്റെ. അപ്പോൾ 2 ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം. ജ്യൂസ് റെഡിയായി. ഇനി അടുത്ത പരിപാടി നോക്കണം. ജ്യൂസ് നല്ല സെറ്റപ്പായി വന്നിക്കണം കേട്ടോ. ഇത് ഞാനൊന്ന് അരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജ്യൂസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള അപ്പളം. സംഭവം വീട്ടിൽ എന്നും ചോറ് ബാക്കിയാവും. എങ്ങനെയാലും കുറച്ച് ചോറ് ബാക്കിയാവും, എന്നാലും എനിക്ക് ചീത്ത കേൾക്കും. അതായത് ചോറുണ്ടാക്കാണ്ട് ഒഴിവാക്കാണ്ട് എന്നും പിരീത് എനിക്ക് കേൾക്കും. അതുകൊണ്ട് ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതേപോലെ ബാക്കി വരുന്ന ചോറ് 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതേപോലെ പപ്പടാക്കിയിട്ട് ഉണക്കി എടുത്ത് വെക്കും. അതാകുമ്പം പപ്പടവുമായി പിന്നെ ഈ ചോറ് വേസ്റ്റ് ആക്കണ ഇഷ്യൂ സോൾവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കട്ടെ കേട്ടോ, വിശക്കുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള അമ്മ സ്പെഷ്യലായിട്ട് എനിക്ക് ഉണ്ടാക്കി തരാറുള്ള കോക്കനട്ട് മിൽക്ക് ജ്യൂസ് അല്ലെങ്കിൽ കോക്കനട്ട് ജ്യൂസ്. പിന്നെ ഇതിൻ്റെ അപ്പളം. ഇതിൻ്റെ റെസിപ്പി ഇന്ന് എന്തായാലും ഷെയർ ചെയ്യട്ടെ. കാരണം ഇതിന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചോറ് ബാക്കിയുള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. ഇന്ന് എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിന് ഇഞ്ചിൻ്റെ ആ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നമ്മുടെ ഇത് കഴിക്കുമ്പോൾ എങ്ങനെയാണോ ടേസ്റ്റുള്ള നമ്മളെ മറ്റേ ഇതില്ലേ, എന്താണ് ചക്രത്തിൻ്റെ ഷേപ്പിലുള്ള അതേപോലെ കുഴൽ പോലത്തെ ഒരു സ്നാക്സ് ഇല്ലേ, അതിന് അതേ ടേസ്റ്റാണ്. പിന്നെ ചോറിന് കൂടെ പപ്പടം അല്ലെങ്കിൽ പപ്പടത്തിന് പകരം എടുക്കുക. അതേപോലെ ഇതേപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ട് എടുക്കാം. നമ്മൾ അടിപൊളിയാണ് കേട്ടോ. ഇന്ന് ഞാൻ നല്ല 8ന്റെ പണി കിട്ടി കുത്തിരിക്കുകയാണ്. ബിക്കോസ് ഗ്യാസ് തീർന്നു. പിന്നെ അടുപ്പത്ത് വേണം കത്തിക്കാൻ. ഈ അടുപ്പ് കത്തിക്കാനൊക്കെ എനിക്കറിയാം, പക്ഷേ
ഈ പണാറടുപ്പ് കത്തിക്കിട്ട ഭയങ്കര പാടാണ്. അതേപോലെ നിങ്ങൾ കാക്കേൻ്റെ ഒച്ച കേൾക്കണില്ലേ, ഓരോ സംസ്ഥാന സമ്മേളനം ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ചിട്ടാണ്. അതാണ് ഇത്രയും ഒച്ച വീട്. അതൊന്നും ശ്രദ്ധിക്കേണ്ട. നമുക്ക് എന്തായാലും അടുപ്പ് കത്തിക്കാം. സാധാരണ എല്ലാവരും അടുപ്പൊക്കെ നല്ല കത്തിക്കും. ഞാൻ ഇവിടെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആണ്ടൊരു സംക്രാന്തിക്കും കത്തിക്കണം അടുപ്പം. ഇവിടുത്തെ അടുപ്പിനൊരു പ്രത്യേകത ഉണ്ട്. ഇതേപോലെ കത്തിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചില്ലെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കണം, എന്നാലേ ഇത് കത്തുള്ളൂ. പൊതുവെ എല്ലാവരും അടുപ്പത്ത് തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഞാനിവിടെ ഓണം വിഷുവൊക്കെ വരുമ്പോഴേ കത്തിക്കലുള്ളൂ. അതായത് ആണ്ടിലും സംക്രാന്തിക്കും കത്തിക്കുന്ന അടുപ്പാണ്. കാര്യം എന്താ വെച്ചാൽ സ്കൂളും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഈ അടുപ്പ് കത്തിച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ച് പോകാൻ ഭയങ്കര മെനക്കെടാണ്. അപ്പോൾ ഗ്യാസിൽ വെച്ച് ശീലമായിട്ട് അടുപ്പ് കത്തിക്കലേ ഇല്ല. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് അടുപ്പ് കത്തിക്കണം നിസ്സാര കാര്യമാണ്. സ്ഥിരമായിട്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ അടുപ്പൊക്കെ അവിടെ നല്ലോണം കത്തുണ്ട്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ അവിടെ കിടന്നായിക്കോട്ട് നമ്മൾ പപ്പടം ഉണ്ടാക്കും. ഞാൻ പപ്പടം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാണല്ലോ അവസാനം അടുപ്പിലെത്തിയത്. അപ്പോൾ ഇത് 2 ദിവസമായിട്ട് എടുത്ത് വെച്ച ചോറാണ്. ഈ ഒരു ഡബല ചോറയ്ക്ക് ചോറിന് 2 പച്ചമുളക്, കുറച്ച് കസ്തൂരി മേട്ടി, പിന്നെ ഉപ്പ്, ഇത്ര ഐറ്റംസ് ആവശ്യമുള്ളൂ. ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. മുളക്, ഉപ്പ് വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. ആദ്യം ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ എളുപ്പം പണിക്ക് വേണ്ടിയിട്ട് ഉപ്പ് കുറച്ച് മേലിടാൻ കിട്ടും. ഉപ്പ് കുറച്ച് കൂടിയാലേ രസം ഉണ്ടാവുള്ളൂ. കസ്തൂരി മേത്തി. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് ഞാൻ തോന്നിട്ടെ. ഇത് ഞാൻ വയനാട് പോയപ്പോൾ വയനാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. മറ്റേ എന്നൂരൊക്കെ കാണാൻ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് ഞാനൊന്ന് അരച്ചിട്ട് വരാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കണം. അപ്പോൾ ഞാൻ ഇത്രയും കട്ടിയിലാണ് ആക്കിയത്. കട്ടി കുറച്ചും കൂടെ കുറയ്ക്കാം. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു പാകത്തിലാക്കിയത്. ഞാനിപ്പോൾ കാണിച്ച ക്വാണ്ടിറ്റിയിൽ ഇത് അത്രയാണ് ഉണ്ടാക്കാൻ കഴിയുക. കുറയ്ക്കുക. സീറോ സിവിൽ സെൻസ്. കാക്കയ്ക്കൊക്കെ സിവിൽ സെൻസ് കുറവാണ്. അപ്പോൾ സാധനത്തിലും തോനെ ഉണ്ടാക്കണ്ട കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച്, അതായത് ചോറ് ബാക്കിയുള്ളതിനനുസരിച്ചല്ലേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്ര ചോറേ ബാക്കിയുള്ളൂ. ഇതിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനി ബാക്കി പരിപാടി. ആദ്യം പോയിട്ട് ഡ്രസ്സ് മാറ്റിട്ട് ചൂടെടുത്തിട്ട് വയ്യ. ഇത് പോണം ഒക്കെയാണ് പ്രശ്നം. ഇത് കണ്ട് മറിഞ്ഞാൽ അത് മൊത്തം പോയി. നേരത്തെ ഇട്ട ഡ്രസ്സ് ഒന്ന് മാറ്റി. അത് കണ്ട് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നല്ല കംഫർട്ടബിളാണ്. സോ നല്ല കട്ടി കുറഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് ചൂടെടുത്തിട്ട് ചെയ്യുക. ഈ അടുപ്പിൻ്റെ ചൂടും കൂടെ ആയിട്ട് പോകുകയുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്ത പരിപാടി മീൻ പൊരിക്കലാണ്. ചട്ടിയൊക്കെ നല്ല ചൂടായി. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മാന്തയായിട്ടൊന്ന് കിട്ടിയത്, കുഞ്ഞു മാന്ത. മുറിക്കാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് മുറിച്ചത്. നിങ്ങളെ കഴിഞ്ഞ അങ്ങനത്തെ എൻ്റെ പണി കഴിഞ്ഞിട്ട് അടുക്കളത്തെ പണി കഴിഞ്ഞു. മാന്ത മിക്കവാറും ഉണക്കലായി കിട്ടുന്നതാണ്. ചിലത് മതി. ഇനി നമ്മൾ ഒരു പണി കഴിഞ്ഞ് അടുത്ത പണിയിലേക്ക് പോവാണ്. വേലയൊക്കെ ഒന്ന് തുടച്ചിടണം. നല്ലോണം പൊടിയുണ്ട്. 2 ദിവസമായി തുടച്ചിട്ടിട്ട്, പക്ഷെ അവസ്ഥ നല്ല കോലാവും. അപ്പോൾ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് എൻ്റെ കൊളീഗ്സ് ആയാലും കോളേജിൽ പോകുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ പറയും 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ തുടച്ചാൽ പോരെ, അടിച്ചടി തുടച്ചിട്ടാൽ പോരേത്. പക്ഷെ എന്താ അവസ്ഥ എന്ന് ഞാൻ കാണിച്ചു തരാം.
2 ദിവസം കൂടുമ്പോൾ തുടച്ചിട്ടിട്ട് ഇതാണ് അവസ്ഥ. അപ്പം താഴെ എന്തായാലും എന്നും തുടച്ചിടണം, അല്ലെങ്കിൽ ഭയങ്കര പൊടിയുണ്ടാവുക. പിന്നെ മഴക്കാലം കാണുന്നുണ്ടെങ്കിൽ മേലെ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ 3 ആഴ്ച കൂടുമ്പോഴൊക്കെ തുടക്കുള്ളൂ. കാരണം മേലെ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ റൂമിലൊന്ന് വന്ന് പോകാന്നല്ലാണ്ട് മേലേക്ക് ഇവിടേക്കൊന്നും അങ്ങനെ വരില്ല. പിന്നെ താഴെ ഞാൻ എന്നും തുടച്ചിടും. കാരണം ഇപ്പം പ്രത്യേകിച്ച് നല്ല പൊടിയാണ്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ അടിച്ചൊരു തുടച്ചിടുള്ളൂ. അപ്പോൾ ഇന്ന് നല്ല പണിയാണ്. എനിക്കാണെങ്കിൽ വയ്യ അവനെ ചെയ്ത. ഇതാണ് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര പ്രശ്നം. ഞാൻ കാണിച്ചല്ലോ, റോഡ് സൈഡാണ് വീട്. കണ്ടോ, ഇവിടെ 4 പോയാലും ഹോൺ അടിച്ചിട്ടേ പോവുള്ളൂ. അങ്ങോട്ട് പോകണവരും ഇങ്ങോട്ട് പോകണവരും അങ്ങോട്ട് പോകണവരും ഭയങ്കര ഹോണടിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഒരൊറ്റ തുടക്കലിലാണ് മറ്റേ കാപ്പി ഉണ്ടാക്കി വെച്ചത് വെള്ളത്തിന്റെ കളർ മാറിയത്. അപ്പൊ ഇത്രയും നല്ല പൊടി ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ആകെ ഒരു ദിവസം ലീവ് കിട്ടുക. അപ്പൊ ആ ഒരു ദിവസമായിരിക്കും ഇവിടുത്തെ സേവനവാരം. അപ്പൊ 4 ബാത്റൂമും കഴുകി അടിച്ചു വാരി തുടക്കലും ബാക്കി എല്ലാതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാല് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല. ആ ഒരു ദിവസം പോണതേ അറിയില്ല. അതേപോലെ ഇവിടെ പണിക്കാരുണ്ടെങ്കിൽ ചേച്ചിൻ്റെ എൻഗേജ്മെന്റിന്റെ സമയമൊക്കെ കൂടെയായിട്ട് എനിക്ക് റെസ്റ്റും ഇല്ല. ഞാനൊന്നാകെ മെലിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ട, ഒന്നാകെ പീരീഡ്സ് ലേറ്റായി, 2-3 മാസം ലേറ്റായി പീരീഡ്സ്, മുടി കൊഴിച്ചിൽ, താരൻ, മൊത്തത്തിൽ എൻ്റെ ഹെൽത്തൊക്കെ പോയി. മെൻ്റലി ഫിസിക്കലി മൊത്തത്തിൽ ഔട്ടായി കിടക്കുകയാണ് ഞാൻ. അപ്പോൾ ലീവ് കിട്ടുന്ന ദിവസം പോലും എനിക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ ഓഫീസിൽ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട്. അതാണ് ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പോയേനെ. പക്ഷെ ഇപ്പം എനിക്ക് റെസ്റ്റ് വേണം എന്നുള്ളൊരു മൈൻഡാണ് ഇപ്പോൾ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല കുട്ടപ്പേയിട്ടുണ്ട്. സംഭവം ഇത് കെട്ടിയിട്ട് കണ്ടിട്ട് എനിക്ക് തളവയവൊന്നും പറയരുത്. കാരണം എനിക്ക് ഈ കുളിച്ച് കഴിഞ്ഞിട്ട് മുടിയിൽ വെള്ളം അങ്ങനെ ഇട്ടില്ലേ, ബാക്കിലൊക്കെ ഇങ്ങനെ നനയും. ഒട്ടും എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചൂടെടുക്കണോണ്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ കെട്ട കഴിച്ചിട്ട് കുട്ടപ്പൊക്കെ മാറ്റും. അപ്പോൾ അപ്പളം ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ വരുമ്പോഴത്തേന് ചൂടാറോന്ന് അറിയില്ല, എന്നാലും ഉണ്ടാക്കി വെക്കാം. കാരണം മീൻ പൊരിച്ചതും കറി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ. ഈ പപ്പടാട്ടോ നല്ലത്. എനിക്ക് നമ്മളെ നോർമൽ പപ്പടം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ വേഗം പുണ്ണ് വരും. ഇതാകുമ്പോൾ സ്നാക്സ് ആയിട്ട് എടുക്കുക, അതേപോലെ ചോറിൻ്റെ കൂടെ കൂട്ടാം. ചോറും ബെസ്റ്റ് ആവില്ല. ഞാൻ അവിടെ വൈകുന്നേരം ചായക്ക് കാണുന്നില്ല ഇതുണ്ടായി തിന്നു. അച്ഛൻ വന്ന് ഫുഡൊക്കെ കഴിച്ച് പോയിട്ടോ. ഞാനിനി ഫുഡ് കഴിക്കണം, എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ എനിക്കുള്ള ഫുഡൊക്കെ ഇവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിക്കണ്. മാന്ത് പൊരിച്ചത്, അപ്പം, മന്തക്കറി. ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. സമയം 3 മണിയായിട്ടോ. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചോറ് തിന്നിട്ട് ബാക്കി പരിപാടിയുള്ളൂ. എനിക്ക് ഈ സോഫയിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഇഷ്ടം. അവിടെ ടേബിളിൽ വല്ലപ്പോഴൊക്കെ ഇരുന്ന് കഴിക്കുള്ളൂ. രാവിലെ ഇടയ്ക്കൊക്കെ ചായ കുടിച്ചാലായി. അപ്പം നേരത്തെ അച്ഛൻ വന്നപ്പോൾ ബ്ലോഗിൽ അച്ഛനെ ആക്കിയാൽ വേറെ ഒന്നുമില്ല. അച്ഛനങ്ങനെ ബ്ലോഗിൽ വരാനൊന്നും ഇഷ്ടമില്ല. അപ്പോൾ വീഡിയോസ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ആയിട്ട് പോകുന്നതേ ഇഷ്ടമില്ല. അപ്പം അച്ഛനും ചേച്ചിയൊന്നും ഇവിടെ ഇല്ലാത്തപ്പോഴാണ് ഞാൻ കൂടുതൽ വീഡിയോസ് എടുക്കുക. ഇവർ രണ്ടാളും ഇവിടെ ക്ലോസ് ഞാൻ വീഡിയോ എടുക്കില്ല. അതുകൊണ്ട് എൻ്റെ ചേച്ചിക്ക് ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഫുഡൊന്നും കിട്ടില്ല. കാരണം ബ്ലോഗ് എടുക്കുന്ന ദിവസം ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ചേച്ചിക്ക് അത് കിട്ടില്ല, അച്ഛന് എനിക്ക് കിട്ടും, ചേച്ചിക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും കാണിക്കാത്തത്. എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ വെറുതെ ഒരു തൈ മുറ്റത്ത് കിടക്കാൻ കണ്ടിട്ട് ഇതിൽ കൊണ്ടുപോയി ഇട്ടതാണ് കേട്ടോ. പക്ഷേ പെട്ടെന്ന് നീളം വെച്ചത് എത്ര ഹൈറ്റിലുള്ളൂ. ഇനി ഇപ്പം ഇത്രയും നീളം വെച്ചിക്കണം. അപ്പം ഇനിയും ഇതിൻ്റെ തൈ മാറ്റി കുഴിച്ചിടണം, എന്നാൽ കുറേ ഉണ്ടായിക്കോളുമല്ലോ. ഇതിൽ തന്നെ കൊണ്ടുപോയി വെക്കണം, എന്നാൽ പടർന്നു കഴിഞ്ഞാൽ വേറെയിലേക്ക് മാറ്റാം. പിന്നെ ഇത് നമ്മളെ ശംഖുപുഷ്പത്തിൻ്റെ വിത്താട്ടോ. ഞാനൊന്ന് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിലാക്കി വെച്ചാണ്. അപ്പോൾ
ഇന്ന് ഞാൻ ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് കുഴിച്ചിടാൻ പോവാണ് കേട്ടോ. അപ്പം മുളച്ച് വരുമോ നോക്കാം. കാരണം ഞാനത് കുറേ മുളപ്പിക്കാൻ നോക്കി, പക്ഷെ ഇത് ഉണ്ടാവണേ ഇല്ല. ചേച്ചി എന്തൊരു തൈ എന്തോ കിട്ടിയിട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടാണ്. അപ്പോൾ ഇത് മുളപ്പിച്ചിട്ട് മുളയ്ക്കോ നോക്കാം. ഒരു ഗ്ലാസ്സിന് തൽക്കാലം കുറച്ച് മണ്ണൊക്കെ ആക്കിയിട്ടും അങ്ങനെ കുഴിച്ചിടാമെന്നാണ് വിചാരിക്കണം. നോക്കാം ഉണ്ടാവുമെന്ന്. പിന്നെ ഇത് ഞാൻ കഷ്ടപ്പെട്ട് മുളപ്പിക്കണതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, യൂട്യൂബിൽ എനിക്ക് നല്ല റീച്ച് കിട്ടി ഈ ശംഖുപുഷ്പത്തിൻ്റെ റെസിപ്പീസിന് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ 2.5 മില്യൺ വ്യൂസ് കിട്ടിയ ഒരു റെസിപ്പിക്ക് വേറെ ഒന്നിന് യൂട്യൂബിൽ 2.5 ലാക്കോ 6 ലാക്ക് അങ്ങനത്തെ ഒരു വ്യൂ വന്നു. അപ്പോൾ ഇവിടെ ഉള്ള ശംഖുപുഷ്പത്തിൻ്റെ കോലതാ പാടി തുടങ്ങിയേക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പം മുളപ്പിക്കേണ്ടി വരും, ഇനി പുതിയത് വേണ്ടി വരും. ഇത് ഇനിയിപ്പോൾ വാടി പോവാനുള്ളതാണ്. അപ്പോൾ പുതിയത് മുളപ്പിച്ച് കിട്ടിയാൽ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കാൻ മുളപ്പിക്കാൻ വിചാരിച്ചു. ഞാൻ വിത്ത് ഇടാത്ത ഭാഗത്തൊക്കെ അത് മുളച്ച് വന്നിരിക്കണം. ഞാൻ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി ഇട്ട ഭാഗത്ത് ഉണ്ടാവണമില്ല. കാണിച്ച ഇത് ശംഖുപുഷ്പത്തിൻ്റെ തൈയാണ്, പക്ഷെ ഇവിടെ ഒന്നും ഞാൻ വിത്തിട്ടില്ലല്ലോ. ഞാൻ ഇടാത്ത ഭാഗത്തൊക്കെ മുളച്ച് വരുന്നുണ്ട്, ഇട്ട ഭാഗത്തിലൊന്നും മുളയ്ക്കണമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എത്രയോ ഇട്ടിക്കണം, പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഒക്കെയോ ഇല്ലേന്ന് അറിയില്ല, എന്നാലും പരീക്ഷണം. ഇവിടെ നമ്മൾ അത്യാവശ്യം വെയിലും ഇട്ട് ഇവിടെ വെച്ചിട്ട് ഉണ്ടാവോ ഇല്ലയൊന്നും അറിയില്ല, നോക്കാം. പിന്നെ ജീവിതകാലം മുഴുവൻ ഇവിടെ ഇതേപോലെ ഓരോന്ന് ചെയ്തിരിക്കാനല്ല എൻ്റെ പ്ലാന്. വീട്ടിൽ ചോറും കറിയും വെച്ച് വീട്ടിലത്തെ പണി എടുത്ത് ഇരിക്കാനുള്ള പ്ലാനൊന്നും എനിക്കില്ല. എന്തായാലും ഇപ്പം ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. ഞാനിപ്പം ജോലി നോക്കുന്നുണ്ട്, കൊച്ചി എറണാകുളം ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നോക്കണേ. കിട്ടിയാൽ ഇപ്പോൾ പോവും, അങ്ങനൊരു മൈൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. കിട്ടട്ടല്ലേ, പ്രശ്നമില്ല. വൈകുന്നേരം കടുപ്പത്തിലൊരു ചായ, ഒരു ഗ്ലാസ് വെള്ളം തട്ടിക്കണമെങ്കിൽ ഇപ്പം 12 അടുപ്പ് എത്തിക്കേണ്ട അവസ്ഥ. ഇഷ്ടമല്ല ഈ അടുപ്പ് എത്തിക്കാൻ. വേറെ ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. കഷ്ടപ്പെട്ട് വെളുപ്പിച്ചെടുക്കണ കയ്യ. ആശുപത്രി പോയിട്ടെ കയ്യിലിങ്ങനെ കറുപ്പ് ഭയങ്കര ഡോട്ട്. അപ്പം എന്നോട് ഡോക്ടർ എന്താ പറയുക പറഞ്ഞാൽ, കൈ കുളിക്കുമ്പോൾ തേച്ചരച്ച് കുളിക്കലുണ്ട്. അതായത് ചേരൊക്കെ തന്നെ ഓരോരുത്തരുണ്ടോ നിർത്തി ഉണ്ട് വെറുതെ ഇത്തിരി കൂടിപ്പോയി. അപ്പം എന്നോട് പറയാം, അതുകൊണ്ടാണ് ഈ സ്കിന്ന് ഡാമേജ് ആവുന്നതാണ്, അങ്ങനെ ചെയ്തിട്ടൊന്നും ഇത്തിരി ഒരതരുത്. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുപോകുന്ന സ്കിന്നാണ് ഇപ്പം ഡാർക്കായി. ഈ 12 എത്തിച്ചാൽ അങ്ങനെ കൈയൊക്കെ കറുത്തു. എന്താ മധുരമുള്ളട ചീനി ചടച്ചി. പിന്നെ നമ്മളെ പപ്പടത്തിന് ചെറുതായിട്ടൊരു പാളിച്ച പറ്റി. സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ മോട്ടർ ഇട്ട സമയത്ത് ഓഫാക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ആ വെള്ളം മുഴുവൻ അതിലേക്ക് തെറിച്ച് വീണതാണ്. അപ്പോൾ കുറച്ച് വിണ്ട് കയറലൊക്കെ അതിൻ്റെ മേലെ വന്നിട്ട് ഞാൻ ആ കിണറിൻ്റെ സൈഡിലായിട്ടാണ് ഞാനത് ഉണക്കാനും ഇട്ടത്. സംഭവം അവിടെ ചിക്കിയിട്ടൊക്കെ കാര്യം ഞാൻ മറന്നുപോയി, അതിൽ പറ്റിപ്പോയതാണ്. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അപ്പോൾ എന്തായാലും സക്സസ് ആവും. ഇതിപ്പോൾ കാഴ്ചയിലും നന്നാവും കേട്ടോ. ഒരു ദിവസത്തിനുള്ളിൽ ഉണങ്ങി കിട്ടിയിരിക്കണം ആ വിണ്ട് കീറലിൻ്റെ പ്രശ്നമുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കണ്ണപാത്രം കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ അടുക്കള പണി കഴിഞ്ഞ് അല്ല വീട്ടിലത്തെ പണി കഴിഞ്ഞ്. അപ്പോൾ ഓക്കെ, നല്ല ഓർക്ക് വരുന്നുണ്ട്. സമയം 10:30 ആവാനായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഓർമ്മ. അപ്പം അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.